ലേണേഴ്സ് ചോദ്യാവലിൻ്റെ ലെവൽ 26 നോക്കാം. ഏത് സാഹചര്യത്തിലാണ് മറ്റ് ഡ്രൈവർമാർക്ക് അവരുടെ ഹെഡ്ലൈറ്റുകൾ നിങ്ങളുടെ നേരെ ഫ്ലാഷ് ചെയ്യാൻ അനുവദിക്കുന്നത്? ഓപ്ഷൻസ് നോക്കാം. മറികടക്കുമ്പോൾ അവരുടെ സാന്നിധ്യത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാൻ, നിങ്ങൾക്ക് അപകടമുണ്ട് എന്ന് മുന്നറിയിപ്പ് നൽകാൻ, നിങ്ങൾ വേഗത പരിധി ലംഘിക്കുമ്പോൾ മുന്നറിയിപ്പ് നൽകാൻ, അവർ നിങ്ങൾക്ക് വഴി തരികയാണെന്ന് നിങ്ങളെ അറിയിക്കാൻ. ആൻസർ: മറികടക്കുമ്പോൾ അവരുടെ സാന്നിധ്യത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാൻ. അടുത്ത ചോദ്യം: താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻസ് നോക്കാം. കാൽനടയാത്രക്കാർക്ക് റോഡിൽ പ്രത്യേക അവകാശമില്ല. സീബ്ര ക്രോസിംഗുകളിൽ മാത്രം കാൽനടയാത്രക്കാർക്ക് ശരിയായ വഴി നൽകണം. അനിയന്ത്രിതമായ കാൽനട ക്രോസിംഗിൽ കാൽനടയാത്രക്കാർക്ക് അവകാശമുണ്ട്. മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ ഒന്നും ശരിയല്ല. ആൻസർ: അനിയന്ത്രിതമായ കാൽനട ക്രോസിംഗിൽ കാൽനടയാത്രക്കാർക്ക് അവകാശമുണ്ട്. അടുത്ത ചോദ്യം: നനഞ്ഞ കാലാവസ്ഥയിൽ വാഹനം ഓടിക്കുമ്പോൾ എന്ത് ചെയ്യണം? ഓപ്ഷൻസ് നോക്കാം. കാൽനടയാത്രക്കാരുടെ മേൽ വെള്ളം തെറിക്കുന്നത് ഒഴിവാക്കാൻ റോഡിൻ്റെ മധ്യത്തിൽ വാഹനം ഓടിക്കുക. തിടുക്കപ്പെട്ട് അപകട സാധ്യതയോടുകൂടി നടക്കുന്ന കാൽനടയാത്രക്കാരെ ശ്രദ്ധിക്കുക. റോഡ് മുറിച്ചു കടക്കാൻ പ്രായമായവരെ സഹായിക്കുക. നിർദ്ദിഷ്ട വേഗത പരിധിയിൽ ഡ്രൈവ് ചെയ്യുക. ആൻസർ: തിടുക്കപ്പെട്ട് അപകട സാധ്യതയോട് കൂടി നടക്കുന്ന കാൽനടയാത്രക്കാരെ ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം: താഴെ പറയുന്ന രീതിയിൽ അല്ലാതെ ഒരു ലേണേഴ്സ് ലൈസൻസ് ഉടമ വാഹനം ഓടിക്കാൻ പാടില്ല. ഓപ്ഷൻസ് നോക്കാം. മണിക്കൂറിൽ 50 കിലോമീറ്റർ താഴെ, രാത്രിയിൽ, ഒരു ലൈസൻസ് ഉള്ള വ്യക്തി വാഹനം നിയന്ത്രിക്കാവുന്ന രീതിയിൽ കൂടെ ഉണ്ടാകുക, പകൽ സമയം മാത്രം. ആൻസർ: ഒരു ലൈസൻസ് ഉള്ള വ്യക്തി വാഹനം നിയന്ത്രിക്കാവുന്ന രീതിയിൽ കൂടെ ഉണ്ടാകുക. അടുത്ത ചോദ്യം നോക്കാം. ഇതിൽ ഏത് അവസരത്തിലാണ് നിങ്ങൾ വാഹനം നിർത്തേണ്ടത്? ഓപ്ഷൻസ് നോക്കാം. വാഹനം അപകടത്തിൽപ്പെടുമ്പോൾ ഒരു ചുവന്ന ട്രാഫിക് ലൈറ്റിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നിർത്താൻ ആംഗ്യം കാണിച്ചാൽ. മുകളിൽ പറഞ്ഞവ എല്ലാം. ആൻസർ: മുകളിൽ പറഞ്ഞവയെല്ലാം. അടുത്ത ചോദ്യം: തിരിഞ്ഞതിന് ശേഷം നിങ്ങളുടെ സിഗ്നൽ ലൈറ്റുകൾ നിർത്തി എന്ന് നിങ്ങൾ ഉറപ്പാക്കേണ്ടത് എന്തുകൊണ്ട്? ഓപ്ഷൻസ് നോക്കാം. ബാറ്ററി ചാർജ് തീരുന്നത് ഒഴിവാക്കാൻ, മറ്റു റോഡ് ഉപയോക്താക്കളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഒഴിവാക്കാൻ, മറ്റു റോഡ് ഉപയോക്താക്കളെ അമ്പരിപ്പിക്കാതിരിക്കാൻ, ഇൻഡിക്കേറ്റർ റിലേയുടെ കേടുപാടുകൾ ഒഴിവാക്കാൻ. ആൻസർ: മറ്റു റോഡ് ഉപയോക്താക്കളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഒഴിവാക്കാൻ. അടുത്ത ചോദ്യം: നിങ്ങളുടെ മുന്നിൽ സഞ്ചരിക്കുന്ന വാഹനത്തിൽ നിന്ന് എത്ര അകലം പാലിക്കണം? ഓപ്ഷൻസ് നോക്കാം. 15 മീറ്റർ, 10 മീറ്റർ. നിങ്ങളുടെ മുന്നിൽ സഞ്ചരിക്കുന്ന വാഹനത്തിന്റെ വേഗതയെ ആശ്രയിച്ചിരിക്കുന്നു. നിങ്ങളുടെ മുന്നിലുള്ള വാഹനം പെട്ടെന്ന് വേഗത കുറയ്ക്കുകയോ നിർത്തുകയോ ചെയ്താൽ കൂട്ടിയിടി ഒഴിവാക്കാൻ മതിയായ ദൂരം. ആൻസർ: നിങ്ങളുടെ മുന്നിലുള്ള വാഹനം പെട്ടെന്ന് വേഗത കുറയ്ക്കുകയോ നിർത്തുകയോ ചെയ്താൽ കൂട്ടിയിടി ഒഴിവാക്കാൻ മതിയായ ദൂരം. അടുത്ത ചോദ്യം നോക്കാം. മറ്റു ഡ്രൈവർമാർ അവരുടെ ഹെഡ് ലൈറ്റുകൾ നിങ്ങളുടെ നേരെ ഫ്ലാഷ് ചെയ്യുമ്പോൾ എന്താണ് അതിനർത്ഥം? ഓപ്ഷൻസ് നോക്കാം. മുന്നിൽ ഒരു റഡർ സ്ട്രിപ്പ് ട്രാപ്പ് ഉണ്ടെന്ന് അവർ നിങ്ങൾക്ക് വഴിയൊരുക്കുകയാണ്. അവരുടെ സാന്നിധ്യത്തെക്കുറിച്ച് അവർ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. നിങ്ങളുടെ വാഹനത്തിന് എന്തോ കുഴപ്പമുണ്ടെന്ന്. ആൻസർ: അവരുടെ സാന്നിധ്യത്തെക്കുറിച്ച് അവർ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. അടുത്ത ചോദ്യം നോക്കാം. ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വാഹനത്തിൻ്റെ ഇൻസ്ട്രുമെൻ്റ് പാനലിൽ ഒരു മുന്നറിയിപ്പ് ലൈറ്റ് തെളിയുന്നുവെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഓപ്ഷൻസ് നോക്കാം. എഞ്ചിനിൽ നിന്നുള്ള ശബ്ദം ശരിയാണെങ്കിൽ തുടരുക. ഇതൊരു താൽക്കാലിക വൈദ്യുത തകരാർ മാത്രമാണെന്ന് കരുതുന്നു. സമയം ഉള്ളപ്പോൾ പ്രശ്നം കൈകാര്യം ചെയ്യുക. പ്രശ്നം വേഗത്തിലും സുരക്ഷിതമായും പരിശോധിക്കുക. ആൻസർ: പ്രശ്നം വേഗത്തിലും സുരക്ഷിതമായും പരിശോധിക്കുക. അടുത്ത ചോദ്യം: നിങ്ങളുടെ കാർ ഗതാഗത യോഗ്യമാക്കുന്നതിന് ഇവയിൽ ഏതാണ് നല്ല പ്രവർത്തന മികവിൽ ആയിരിക്കേണ്ടത്? ഓപ്ഷൻസ് നോക്കാം. സ്പീഡോമീറ്റർ, ഹോൺ, വിൻഡ് സ്ക്രീൻ വൈപ്പർ. മുകളിൽ പറഞ്ഞവയെല്ലാം. ആൻസർ: മുകളിൽ പറഞ്ഞവയെല്ലാം. അടുത്ത ചോദ്യം: അപകട സമയത്ത് യാത്രക്കാരെ സംരക്ഷിക്കുന്നതിനുള്ള ഏറ്റവും ഫലപ്രദമായ ഉപകരണം. ഓപ്ഷൻസ് നോക്കാം. സീറ്റ് ബെൽറ്റ്, സേഫ്റ്റി ഡോർ ലാച്ചസ്,
പാഡ്സ് ഇൻസ്ട്രുമെന്റ് പാനൽ മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ ഒന്നും ശരിയല്ല. ആൻസർ സീറ്റ് ബെൽറ്റ്. അടുത്ത ചോദ്യം നോക്കാം. നിങ്ങൾ ഒരു സുഹൃത്തിൻ്റെ കാർ ഓടിക്കുന്നതിന് വേണ്ടി ഡ്രൈവർ സീറ്റിൽ ഇരുന്നപ്പോൾ സ്റ്റിയറിംഗ് വീലിൽ നിന്നും മറ്റു വാഹനത്തിൻ്റെ കോൺട്രോളുകളിൽ നിന്ന് വളരെ അകലെ ഇരിക്കുന്നതായി അനുഭവപ്പെട്ടാൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഓപ്ഷൻസ് നോക്കാം. നിങ്ങൾ ഒരിക്കലും മറ്റൊരാളുടെ വാഹനം ഉപയോഗിക്കരുത്. നിങ്ങൾ മറ്റൊരാളുടെ വാഹനത്തിൻ്റെ സീറ്റ് ക്രമീകരിക്കരുത്. നിങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ സീറ്റ് മുന്നോട്ട് ക്രമീകരിക്കുക. അതേ പൊസിഷനിൽ വെച്ച് തന്നെ വാഹനം ഓടിക്കുക. ആൻസർ നിങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ സീറ്റ് മുന്നോട്ട് ക്രമീകരിക്കുക. അടുത്ത ചോദ്യം നോക്കാം. സ്വകാര്യ വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റുകളുടെ കളർ സ്കീം എന്തായിരിക്കണം? ഓപ്ഷൻസ് നോക്കാം. കറുത്ത പശ്ചാത്തലവും വെള്ള അക്കങ്ങളും, മഞ്ഞ പശ്ചാത്തലവും വെള്ള അക്കങ്ങളും, വെള്ള പശ്ചാത്തലവും കറുത്ത അക്കങ്ങളും, വെള്ള പശ്ചാത്തലവും മഞ്ഞ അക്കങ്ങളും. ആൻസർ വെള്ള പശ്ചാത്തലവും കറുത്ത അക്കങ്ങളും. അടുത്ത ചോദ്യം നോക്കാം. ലൈറ്റ് മോട്ടോർ വാഹനത്തിൻ്റെ സാധുവായ ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ പറയുന്ന ഏതെല്ലാം വാഹനങ്ങൾ ഓടിക്കുന്നതിന് അനുവാദമുണ്ട്? ഓപ്ഷൻസ് നോക്കാം. മോട്ടോർ കാർ മാത്രം, 50 cc മുകളിലുള്ള മോട്ടോർ സൈക്കിളുകളും മോട്ടോർ കാറും, എല്ലാ മോട്ടോർ വാഹനങ്ങളും, മോട്ടോർ കാറും മോട്ടോർ സൈക്കിളും. ആൻസർ മോട്ടോർ കാർ മാത്രം. അടുത്ത ചോദ്യം നോക്കാം. സാധുവായ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നതിനിടയിൽ നിങ്ങൾ അപകടത്തിൽപ്പെട്ടാൽ ഇൻഷുറൻസ് കമ്പനി എന്ത് ചെയ്യും? ഓപ്ഷൻസ് നോക്കാം. നാശനഷ്ടങ്ങൾക്ക് ഭാഗികമായി നഷ്ടപരിഹാരം നൽകും, നാശനഷ്ടങ്ങൾക്ക് മുഴുവനായി നഷ്ടപരിഹാരം നൽകും, നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകില്ല, മരണമുണ്ടായാൽ നാശനഷ്ടങ്ങൾക്ക് ഭാഗികമായി നഷ്ടപരിഹാരം നൽകും. ആൻസർ നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകില്ല. അടുത്ത ചോദ്യം. സാധുവായ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ റോഡിൽ വാഹനം ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴാണ് ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വരിക? ഓപ്ഷൻസ് നോക്കാം. നിങ്ങളൊരു അപകടം നേരിടുമ്പോൾ മാത്രം, എൻഫോഴ്സ്മെൻറ്റ് ഓഫീസർ നിങ്ങളുടെ വാഹനം പരിശോധിക്കുമ്പോൾ ശിക്ഷാ നടപടി നേരിടേണ്ടി വരില്ല, ഓഫീസർ ലൈസൻസ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ പുതുക്കാൻ ചെല്ലുമ്പോൾ. ആൻസർ എൻഫോഴ്സ്മെൻറ്റ് ഓഫീസർ നിങ്ങളുടെ വാഹനം പരിശോധിക്കുമ്പോൾ. അടുത്ത ചോദ്യം നോക്കാം. നിങ്ങളുടെ വാഹനം ഒരു അപകടത്തിൽപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഓപ്ഷൻസ് നോക്കാം. അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്ത് ആളുകളെ ആശുപത്രിയിൽ എത്തിക്കുക. പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതില്ല. പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തില്ലെങ്കിലും അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണം. വാഹനം അപകട സ്ഥലത്ത് നിർത്താതെ പോകാം. ആൻസർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്ത് ആളുകളെ ആശുപത്രിയിൽ എത്തിക്കുക. അടുത്ത ചോദ്യം. നിങ്ങളുടെ നമ്പർ പ്ലേറ്റുകളുടെ വ്യക്തമായ കാഴ്ച തടസ്സപ്പെടുത്തുന്നത് കുറ്റമാണോ? ഓപ്ഷൻസ് നോക്കാം. 3 രജിസ്ട്രേഷൻ പ്ലേറ്റ് ഉള്ളതിനാൽ ഏതെങ്കിലും ഒരെണ്ണം പ്രദർശിപ്പിച്ചാൽ മതി. അതെ, എല്ലാ സമയത്തും. അല്ല, വേണമെങ്കിൽ നിങ്ങളുടെ നമ്പർ പ്ലേറ്റുകൾ മറയ്ക്കാൻ അനുവാദമുണ്ട്. അതെ, എന്നാൽ പിൻ നമ്പർ പ്ലേറ്റ് മറയ്ക്കുന്നതിന് തടസ്സമില്ല. ആൻസർ അതെ, എല്ലാ സമയത്തും. അടുത്ത ചോദ്യം. ഇനി പറയുന്നവയിൽ ഏതാണ് അപകടത്തിന് ശേഷം സ്വീകരിക്കേണ്ട അടിസ്ഥാന നടപടി? ഓപ്ഷൻസ് നോക്കാം. പ്രദേശം സംരക്ഷിക്കുക, അധികൃതരെ അറിയിക്കുക, പരിക്കേറ്റവരെ പരിപാലിക്കുക, മുകളിൽ പറഞ്ഞവ എല്ലാം. ആൻസർ മുകളിൽ പറഞ്ഞവയെല്ലാം. ലാസ്റ്റ് ചോദ്യം. ആംബുലൻസിൽ സഹായം ലഭിക്കുന്നതിന് മെഡിക്കൽ അടിയന്തര സാഹചര്യത്തിൽ നിങ്ങൾ ഏത് ഫോൺ നമ്പർ ഡയൽ ചെയ്യേണ്ടത്? ഓപ്ഷൻസ് നോക്കാം. 102, 103, 108, 105. ആൻസർ 108. ഫിനിഷ് എന്നത് ക്ലിക്ക് ചെയ്യാം. വീഡിയോസ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.